പാവങ്ങളുടെ പടത്തലവൻ, കേരളം കണ്ട മാന്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, വലിയ വായിൽ വലിയ വർത്താനം പറയുന്ന നമ്മുടെ സ്വന്തം സഖാവ് VS നമ്മളെയൊക്കെ വേർപെട്ട് പോയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും പാവങ്ങളുടെ പടത്തലവൻ തന്നെയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര നായകൻ, അതറിയില്ല, പലർക്കും അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പടനായകനെ അറിയൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. ഒരു ജുബ തയ്യൽക്കാരനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ആജീവനാന്തം അദ്ദേഹം ജുബയിൽ മാത്രം ധരിച്ചുകൊണ്ടിരുന്നത്. അവസാന ശ്വാസം വരെയും ജുബ മാത്രം ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തുകയും ചെയ്ത മഹാനായ ഒരു വിപ്ലവക്കാരി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ആർക്കും മറികടക്കാനാവാത്ത റെക്കോർഡുകൾ സൃഷ്ടിച്ച ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. വലിയ ചുടുകാട് ഉള്ളിടത്തോളം കാലം, പുന്നപ്ര വയലാർ സമരം അതിൻ്റെ ജ്വാലയായിട്ട് തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം VS അച്യുതാനന്ദൻ മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം ഇഷ്ട പേര് തന്നെ സമരങ്ങൾക്ക് ഇടവേളകളില്ല എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കൊരിക്കലും ഇടവേളകൾ ഉണ്ടാവുകയില്ല. അത്ര മഹത്തായ ത്യാഗം സഹിച്ച മഹാനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. 1923 ഒക്ടോബർ 20 അദ്ദേഹം ജനിച്ചത്. ഒക്ടോബർ 20. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 77 വർഷവും പിന്നെ നീണ്ട 25 വർഷവും. ഇതിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം നിശബ്ദനായിരുന്നുവെങ്കിലും മൗനം വാചാലമെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ നിശബ്ദതയ്ക്ക് മനസ്സിൻ്റെ മാന്ത്രികമായിട്ടുള്ളൊരു കരസ്പർശമുണ്ടായിരുന്നു, ഒരു വാചാലത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒരു വിപ്ലവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ മറ്റൊരു വിപ്ലവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മറ്റൊരു വിപ്ലവമായിരുന്നു. അതെ, ജീവിതത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ ജീവിതം തന്നെ സന്ദേശമാക്കിയ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ കറ പുരളാത്ത ജീവിതത്തിനുള്ളതാണ്. ഒരൊറ്റ അഴിമതി കേസ് ഒരൊറ്റയാൾക്ക് ഇന്ന് വരെ VS അച്യുതാനന്ദനെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, അഴിമതികളോട് സന്ധി ചെയ്യാത്ത ഒരാളുമായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന കാലത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് അഴിമതിയിലേക്ക് ഭരണം കൂപ്പുകുത്തുന്നു എന്നുള്ള തോന്നലിൽ മുഖ്യമന്ത്രിയുടെ ഒരു പാവയായിട്ട്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, അതുപോലെ ഇരിക്കുകയായിരുന്നല്ല അദ്ദേഹം ചെയ്തത്. തത്വശാസ്ത്രപരമായി പ്രത്യയശാസ്ത്രപരമായി അതിനെ എതിർത്തു. അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. പോളിറ്റ് ബ്യൂറോയിൽ അത് പ്രശ്നമുണ്ടാക്കി. 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ 2 ആണവ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം പോലെയുള്ള ഒരു പോരാട്ടമായിട്ട് മാറ്റി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഏറ്റുമുട്ടലിന് ഒരിക്കലും തയ്യാറാകാതിരുന്നിട്ടില്ല. ശക്തനായ അധികാര കേന്ദ്രമായ പിണറായി വിജയനുമായിട്ട് പോലും ഏറ്റുമുട്ടാൻ മടിക്കാതെ കണ്ട് പ്രത്യയശാസ്ത്രപരമായി വിജയൻ ചെയ്യുന്നത് തെറ്റാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം ലിബറലിസത്തിലേക്ക്, ഉദാരവത്കരണ നയങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഉദാരവത്കരണം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ജീർണതകളെ കൂടെ പേർന്നതാണ്. ആ ജീർണതകളെന്ന് പറഞ്ഞാൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അനുസരിച്ച് അഴിമതിയാണ്. അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുമ്പ് അതിന് തടയിടാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപാരമായ പോളിറ്റ് ബ്യൂറോയിലെ സ്വാധീനം കൊണ്ട് 2 പേരെയും ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റിയെങ്കിലും അവസാനം പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം പുനഃസ്ഥാപിക്കുകയും VS അച്യുതാനന്ദനെ തരം താഴ്ത്തി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നിട്ടും പോരാട്ടം അദ്ദേഹം നിർത്തിയില്ല. അതുപോലെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം. മൂന്നാറിലെ റിസോർട്ട് മാഫിയ എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ലോബിയോട് അദ്ദേഹം ബുൾഡോസർ കൊണ്ടാണ് ഏറ്റുമുട്ടിയത്. ബുൾഡോസർ കൊണ്ട്, അരിവാൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത് പോലെ, വാരിക്കുന്തം കൊണ്ട് ഏറ്റുമുട്ടുന്നത് പോലെ ബുൾഡോസറുകൾ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മോദിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലെ, നമ്മുടെ ആകാശ് മിസൈലുകൾ പോകുന്നത് പോലെ ഇത്ര അത്യുക്തി കളർന്നതായിട്ട് നമുക്ക് തോന്നേണ്ടതില്ല. ആ രീതിയിൽ അതുവരെ ആരും ഉദ്യമിക്കാതിരുന്ന ഭൂമാഫിയുടെ ഭൂമി കയ്യേറ്റങ്ങളെ തകർക്കാൻ വേണ്ടി ബുൾഡോസറുകൾ
മൂന്നാർ മലനിരകളിലേക്ക് ഇടിച്ചു കയറിയ നിമിഷം കേരളത്തിലെ ജനതതി 3 കോടി ജനങ്ങളുടെ രോമാഞ്ചത്തിൻ്റെ ദിവസങ്ങളായിരുന്നു എന്ന് മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തകരുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. സ്ഥാപിത താൽപര്യക്കാർ അത് അതിശക്തമായിട്ടുള്ള ലോബി ഉപയോഗിച്ചുകൊണ്ട് കോടതികളിൽ കയറി ഇറങ്ങി കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കേസുകളിൽ വിജയിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ്റെ വാല്യൂ അതിൻ്റെ മൂല്യം ഇല്ലാതാക്കിയെങ്കിലും അതേ അവസരത്തിൽ തന്നെ സമാന്തരമായിട്ട് അദ്ദേഹം MG റോഡിലെ കെട്ടിടങ്ങൾ അനധികൃതമായിട്ടുള്ള നിർമ്മിതികളെ തകർക്കാനും അദ്ദേഹം മുതിർന്നു. ആ ഒരു ധൈര്യം, ആ ഒരു ചങ്കൂറ്റം കേരളത്തിൻ്റെ മനസ്സിൻ്റെ എക്കാലത്തെയും ഒരു രോമാഞ്ചമാണ്. അത് വലിയൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം തന്നെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. പിൽക്കാലത്ത് CPIയുടെ എതിർപ്പ് കൊണ്ട് CPIയുടെ ഓഫീസിനെതിരെ ബുൾഡോസർ തിരിഞ്ഞപ്പോൾ അവർക്ക് എതിർപ്പ് വന്നു. അപ്പോൾ ഭരണത്തിൽ തന്നെ അതിന് എതിർപ്പുണ്ടാവുകയും അത് കൂമ്പടഞ്ഞു പോവുകയും ചെയ്തെങ്കിലും അതുണർത്തിയ ഒരു ഊർജം എന്ന് പറയുന്നത് എപ്പോഴും ഈ പരിസ്ഥിതി സംരക്ഷകർക്ക് വലിയ ഊർജ്ജമായിരിക്കും. ഊർജത്തിൻ്റെ ഈ പ്രസരണം അദ്ദേഹം പരിസ്ഥിതിയോട് മാത്രമല്ല കാട്ടിയിട്ടുള്ളത്, സ്ത്രീകളുടെ സംരക്ഷണം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏത് കേസുകളിലും അദ്ദേഹം അതിശക്തമായിട്ടുള്ള സ്ത്രീപക്ഷ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ പാവങ്ങളുടെ പടത്തലവൻ സാർ അതിനെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് വ്യാഖ്യാനിച്ചത്. കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനം സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു പക്ഷേ CPI പാർട്ടിക്ക് തന്നെ എതിരായിട്ട് വരേണ്ടുന്ന കാര്യങ്ങൾ ഒരു ദയവുമില്ലാതെ തുറന്നടിച്ച് പറയുന്ന ഒരു ധീരനായ രീതി. അപ്പോൾ ഇതൊക്കെയായിരിക്കും VSന് പാർട്ടിക്കകത്ത് തന്നെ ഇത്രയും ശത്രുക്കൾ ഉണ്ടാവാൻ. തീർച്ചയായിട്ടും സ്ഥാപിത താല്പര്യങ്ങളെ അദ്ദേഹം അതിനെതിരെ സടകുടഞ്ഞുകൊണ്ട് തന്നെ ആക്രമിച്ചു. ഒരു സിംഹമായിരുന്നു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, പേടികളില്ലാത്ത തൻ്റെ ഇടമുള്ള. നോക്കൂ, സ്വരാജ് തന്നെ അന്ന് പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം ഇങ്ങനെ പിണറായിയെ എതിർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പാർട്ടി യോഗത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം കൂസലില്ലാതെ പറഞ്ഞു, പുന്നപ്ര വയലാർ സമരത്തിലൂടെ തൂക്കുമരങ്ങൾ കുറേയേറെ കണ്ടിട്ടുള്ള എൻ്റെ അടുത്ത് ഈ ഓലപ്പാമ്പ് കാട്ടി നിങ്ങൾ പേടിപ്പിക്കാൻ വരണ്ട. അതെ, സംസാര രീതിയുടെ അഭിനയ ശൈലി, അതെ, അതിൻ്റെ ഒരു അഭിനയ മൂല്യം പറയുന്നത് ഉറപ്പിച്ച് വ്യക്തമാക്കി ജനങ്ങൾക്ക്, പാവങ്ങൾക്ക്, ഈ പാവങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതി പറയാൻ വേണ്ടി പറയേണ്ടടുത്ത് വീണ്ടും വീണ്ടും ഊന്നൽ കൊടുത്തുകൊണ്ട്. എന്നു വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഈ മൈക്കൊന്നുമില്ല. ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ടുള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ വാചകങ്ങൾ താളത്തിൽ ആവർത്തിച്ചുകൊണ്ടും ആംഗ്യങ്ങളിങ്ങനെ വലിയ വിക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയിരുന്ന പ്രസംഗങ്ങൾ മിമിക്രിക്കാരുടെ ഇഷ്ടവിഭവം തന്നെയായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് എന്ന് പറയുമ്പോൾ ജനലക്ഷങ്ങളാണ് കൂടിച്ചേരുന്നത്. VS ഉണ്ട്, VS വരുന്നു എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ പ്രസംഗം കേൾക്കാൻ വരുന്നത്. കാരണം VSൻ്റേതായ ഒരു പദശൈലി, VSൻ്റേതായ ഒരു പ്രസംഗ രീതി, വാക്ചാതുരി, ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹം നിർണയിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ, കടുകട്ടി കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ ഒരു പക്ഷേ അന്ന് കേരളത്തിന് വലിയ പ്രയോജനമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും VS എന്ന് പറയുന്നത് വെറുമൊരു നേതാവ് മാത്രമായിരുന്നില്ല, ഒരു വികാരം കൂടിയായിരുന്നു, കേരളത്തിൻ്റെ വികാരം കൂടിയായിരുന്നു. രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാ ജനങ്ങളും കൈകൂപ്പി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ചെറുതായി പോകും. 2-3 തവണ അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അതെ സാർ, ദൂരദർശനിൽ വർക്ക് ചെയ്തു. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഈ മറ്റുള്ള മീഡിയകളോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ഇരുന്ന കാലത്ത് കുറച്ചുകൂടി സാറിനൊക്കെ അടുത്ത് നമ്മൾ ആ മനുഷ്യൻ വളരെ കുറിയ മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യം കൊണ്ട് നമുക്ക് പറയാനുള്ള വാക്കുകൾ പറയാൻ പരുങ്ങലാകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ചുറ്റിയുണ്ടാകുന്നു. ആ വ്യക്തിപ്രഭാവം, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇവിടെ കവടിയാർ താമസിച്ചിരുമ്പോൾ വീട്ടിലൊരിക്കൽ പോയി. അപ്പോൾ ഈ നെൽപ്പാടങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം എന്ന് പറയുന്നത് വളരെ സറ്റേറിക്കലായിട്ട്, മുതലാളി ജോലിയെല്ലാം ചെയ്ത് കുടികിടപ്പ് നിയമം എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നാ, കുടികിടപ്പ് നിയമത്തിലേ കൃഷി ചെയ്തിരുന്നതും പാടത്ത് ഞാറ് പറിച്ചിരുന്നതും വിത്ത് നട്ടിരുന്നതും വെയിൽ കൊണ്ടിരുന്നതും കൊയ്തതുമെല്ലാം ഈ പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകളും പുരുഷന്മാരുമല്ലേ. മറ്റവരെ ഈ കുടിയന്മാരെന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ വസ്തു കൊടുത്തിരിക്കുന്നവരെല്ലാം വരമ്പിൽ നിന്ന് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു ചോദ്യം, നമ്മളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭം കൊണ്ട് സെക്രട്ടേറിയറ്റ് കലുഷിതമായിരിക്കുന്ന കാലത്ത് ഇത്രയും കലുഷിതമാകാൻ പാടുണ്ടോ സെക്രട്ടേറിയറ്റ്? എത്ര പേരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കുന്നു?
ശരി, ഞങ്ങളെന്നാൽ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്നില്ല, ശംഖുമുഖത്ത് ഞങ്ങൾക്ക് സ്ഥലം എന്താ, ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്തോളാം എന്ന് പറഞ്ഞ അത് MM ഹസനും കൂടി പങ്കെടുത്ത ചർച്ചയിലാണ്. അത് വളരെ നല്ല ഒരു കാര്യമാണ്, ശംഖുമുഖത്തേക്ക് സമരം മാറ്റുന്നത്. അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പറയാൻ തയ്യാറായ ഒരു നേതാവ്. പക്ഷേ ആരും അത് ഫോളോ അപ്പ് ചെയ്തില്ല. നമ്മൾ ഇന്നും സമരങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ തന്നെ. അങ്ങനെയുള്ള മുൻകൈകളും എടുക്കാൻ മുതിർന്ന ഒരു നേതാവിനെയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചലച്ചിത്ര പൈറസി, അതാരും ഓർക്കാറില്ല അധികം. വ്യാജ വീഡിയോകൾ ചലച്ചിത്രത്തിൻ്റെ എടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ചലച്ചിത്രങ്ങളിലെ ബോക്സ് ഓഫീസിൽ തന്നെ തകർക്കുന്ന പ്രവണതയ്ക്കെതിരെ ആദ്യമായിട്ട് ശക്തമായിട്ടുള്ള നിയമം, വീഡിയോ പൈറസി നിയമം കൊണ്ടുവന്നും അത് സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കുകയും ചെയ്ത ആളുകൂടിയാണ് VS അച്യുതാനന്ദൻ. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ തന്നെ വളരെ കേരളത്തിൻ്റെ ഈ ആരോഗ്യ രംഗത്തെ വളരെയധികം മേന്മയുള്ളതാക്കാൻ വേണ്ടി, നിലവാരം ഉയർത്താൻ വേണ്ടി ആ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചുള്ള ഔട്ടം തിരുനാൾ ആശുപത്രിക്ക് അതെ മികവിൻ്റെ കേന്ദ്രം എന്നുള്ള ബഹുമതി ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം വിശ്രമമില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം 2016 മുതൽ 2021 വരെ ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ആവശ്യമില്ലാത്ത നിയമങ്ങൾ പൊളിച്ചെഴുതുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും നടപ്പായിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി നമുക്കറിയാം, പക്ഷേ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ബഹുമതി അദ്ദേഹത്തിനുണ്ട്. 82-ാം വയസ്സിൽ മുഖ്യമന്ത്രിയാവുന്ന ഒരേ ഒരു നേതാവ് VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. വേലിക്കൽ ശങ്കരൻ മകൻ അച്യുതാനന്ദൻ. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതചര്യയല്ലേ അത്രയും സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് യോഗ ചെയ്യുമായിരുന്നു. എണ്ണ തേച്ച് കുളിക്കും. ഞങ്ങൾ ചെന്നപ്പോൾ കവടിയാറിലെ വീട്ടിൽ ചെന്നപ്പോൾ എണ്ണ തേച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെ ഇത് സാധാരണ പൗരനെ പോലെ നിങ്ങൾ 5 മിനിറ്റ് ഇരിക്കെ എന്ന് പറഞ്ഞ് ചൂടുവെള്ളം കൊണ്ടുപോകുന്നു. ആ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് ഞവരച്ചോറാണെന്ന് തോന്നുന്നു, തൃശ്ശൂർ നിന്ന് പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്ന കീടനാശിനികൾ ഏറ്റിട്ടില്ലാത്ത നെല്ലിൻ്റെ ചോറാണ് കഴിച്ചിരുന്നത്. യോഗ അദ്ദേഹം കൃത്യമായിട്ട് പരിശീലിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നടന്നിരുന്നു. കൊടിയ പോലീസ് മർദ്ദനങ്ങളേറ്റിട്ടുള്ള ആളാണ് അദ്ദേഹം. KR ഗൗരിക്ക് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല. കാരണം എന്താണ്, അവർ വലിയ കുടുംബത്തിലെ ആളായിരുന്നു, പോലീസുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ VS എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി നേതാവാണ്. കയർ തൊഴിലാളികൾക്കിടയിൽ അതുപോലെ തന്നെ അവിടുത്തെ സാധാരണ കർഷക തൊഴിലാളികൾക്കിടയിലൊക്കെ പ്രവർത്തിച്ച പുന്നപ്ര വയലാർ സമരത്തിൽ വരെ പങ്കാളിയായിട്ടുള്ള ഒരു നേതാവാണ്. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടിയെ പിളർത്തി CPM രൂപീകരിച്ച 14 പേരിലുള്ളായിരുന്നു. EMS നമ്പൂതിരിപ്പാട് പോലും അങ്ങനെ പാർട്ടിക്ക് എതിരായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങി വന്നില്ല. അതിൽ ചങ്കൂറ്റത്തോടുകൂടി പാർട്ടിയുടെ കോൺഗ്രസിനോടുള്ള അടുപ്പത്തെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്ന ആൾ കൂടിയായിരുന്നു. ആ 14 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളും ഒരേ ഒരു VS മാത്രമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലൊന്നും പോയാലും ശരി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ഇന്നലെയും നാളെയും അദ്ദേഹം അവിടെ ഒരു തിരിയായി കത്തിച്ചൊലിച്ചുകൊണ്ടേയിരിക്കും.